ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 കപ്പ് വെള്ളത്തിൻ്റെ കണക്കിന് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ആദ്യ പാൽ എടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാല് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ തേങ്ങാ പീരയിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൽ നിന്നുള്ള ബാലൻസ് ഉള്ള തേങ്ങാപ്പാൽ നന്നായിട്ട് അതിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ 2 പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, ഫസ്റ്റ് തേങ്ങാപ്പാലാണ്. നമ്മൾ 2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച തേങ്ങാപ്പാലാണിത്. അപ്പം നമുക്കിത് ഉരുളിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കട്ടിയുള്ള 1-ാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നുള്ള തേങ്ങയിലെ വെള്ളം മാറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇത് നന്നായിട്ട് കിടന്ന് തിളച്ച് വറ്റി വരണം. നമ്മുടെ തേങ്ങാപ്പാലിപ്പോൾ നന്നായിട്ട് വറ്റിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു വെളിച്ചെണ്ണയുടെ മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ച് നേരം കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. നമ്മുടെ തേങ്ങാപ്പാൽ ഇപ്പം 3/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ഇനി 1/4 ഭാഗം തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. ഇത് വറ്റി വരുമ്പോഴാണ് നമുക്ക് നല്ല പ്യുവറായ വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ നല്ല ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നത്. ഈ തേങ്ങയിൽ നമുക്ക് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നല്ല മണമുണ്ട് ഈ തേങ്ങ വെന്ത് വരുന്നതിൻ്റെ. നമ്മുടെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നൊക്കെ എണ്ണ ഇപ്പം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊരു കോട്ടൺ തുണിയിൽ ഈ പീര കെട്ടി അതിൽ നിന്നും എണ്ണ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഈ കുപ്പിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഗുണകരമായ ഒരു വെളിച്ചെണ്ണയാണ്. കുഞ്ഞുങ്ങളുടെ ചർമ്മ സംബന്ധമായ എല്ലാ രോഗത്തിനും ഇത് വളരെ നല്ലൊരു ഒറ്റമൂലിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.